അവർക്ക് എന്തെങ്കിലും ഒരു വഴി തുറന്നു കൊടുക്കണേ അല്ലാ. പഠിച്ചവരെ ഇത്രയൊക്കെ കണ്ടാലും നമ്മുടെ സമുദായം പഠിക്കാതെ വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3 വിഭാഗം പെണ്ണുങ്ങളെ അല്ലാഹു ശപിച്ചിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. 3 വിഭാഗം പെണ്ണുങ്ങളെ പടച്ചവനെ ശപിച്ചിരിക്കുന്നു. അവർ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരോ, അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരോ, അല്ലാഹുവിന്റെ ശാപവും പേറി നടക്കുന്നവരാ. അല്ലാഹു ശപിച്ചവനാണ് ഇബ്ലീസ്. അവന്റെ അവസ്ഥ നിനക്കറിയുമല്ലോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാരോട്, ഭർത്താക്കന്മാരോട്, കൂടപ്പിറപ്പുകളോട്, നിന്റെ വീട്ടിൽ ഇങ്ങനത്തെ 3 പെണ്ണുങ്ങളുണ്ട്. നിന്റെ ഭാര്യ, നിന്റെ പൊന്നു പെങ്ങള്, നിന്റെ ഉമ്മ, നിന്റെ സഹോദരി, ഈ 3 വിഭാഗം പെണ്ണുങ്ങൾ നിന്റെ വീട്ടിലുണ്ടോ? അവിടെ അള്ളാന്റെ സഹായമില്ല, അവിടെ റഹ്മത്തിന്റെ മലക്ക് വരൂല, അവിടെ സന്തോഷമില്ല, അവിടെ കിട്ടിയാ തികയൂല. കാരണം അല്ലാഹു ശപിച്ച ഒരുത്തി അവിടെയുണ്ട്. അല്ലാഹു ശപിച്ച ഒരു പെണ്ണ് നിന്റെ വീടിന്റെ അകത്തുണ്ട്. മുത്തുനബി പറയുകയാ, 3 വിഭാഗം പെണ്ണുങ്ങളെ അല്ലാഹു ശപിച്ചവരാണ്. ആരാണെന്നറിയുമോ? വേലകൾക്കാട് ഈ സദസ്സിലേക്ക് കടന്നു വന്ന പെങ്ങന്മാരെ, അല്ലാഹു ശപിച്ചവളാണോ നീ? അല്ലാഹു ശപിച്ചവളാണോ നീ? മുത്തുനബി എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ ശാപം കിട്ടിയ 1ാമത്തെ പെണ്ണാരാ? അവള് ശരീരത്തിൽ പച്ച കുത്തുന്നവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ശരീരത്ത് പച്ച കുത്തുന്നവരുണ്ടല്ലോ, ശരീരത്ത് പച്ച കുത്തുന്നവരുണ്ടല്ലോ. ചെറുപ്പക്കാർക്ക് അതൊരു ഹോബിയാണ്. ശരീരത്തിൽ ഇങ്ങനെ പച്ച കുത്തികെട്ട് നടക്കുന്നതൊരു ഹോബിയാ. ഇന്ന് ട്രെൻഡ് പെണ്ണുങ്ങളെയും പിടിപെട്ടിരിക്കുകയാണ്. ഇന്ന് പെണ്ണുങ്ങളുടെ ശരീരത്തും അല്ലാഹുവേ പറയാ പാടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഇന്നത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ശരീരത്തിലെ പച്ച കുത്തികെട്ട് നടക്കുമ്പോ, നീ അല്ലാഹു ശപിച്ചവളോ, നീ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളോ, നീ ആ ശാപം ചുമന്നുകൊണ്ട് നടക്കുന്നവളോ? ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാര് ഉറങ്ങല്ലേ വാപ്പോ, ഉണർന്നിരുന്നു കേൾക്ക്. എന്തേ നീ നേരെയാകാത്തത്, കിട്ടിയാ തികയാത്തത്, നിന്റെ വീട്ടില് സമാധാനമില്ലാത്തത്, കച്ചവടം മുഴുവനും തകർന്ന് തരിപ്പണമാകുന്നത് കാരണം എന്തെന്നറിയുമോ? അല്ലാഹു ശപിച്ച ഒരു പെണ്ണ് നിന്റെ വീട്ടിലുണ്ട്. അല്ലാഹു ശപിച്ച ഒരു പെണ്ണ് നിന്റെ വീട്ടിലുണ്ട്. 2ാമത്തെ പെണ്ണാരാ? സൗന്ദര്യം ഉണ്ടാകുന്നതിന് വേണ്ടി, സൗന്ദര്യവർദ്ധനവിന് വേണ്ടി തന്റെ പിരിയത്തിലെ മുടി പിഴുതു കളയുന്ന ഉമ്മ. എന്റെ പെങ്ങന്മാരുടെ മുഖത്ത് നോക്ക്. ചെറുപ്പക്കാരാ, വീട്ടിൽ ചെന്നിട്ട് 40 തികഞ്ഞ നിന്റെ ഉമ്മയുണ്ടല്ലോ, നിന്റെ ഭാര്യയുണ്ടല്ലോ, നിന്റെ സഹോദരിമാരുണ്ടല്ലോ, അവരുടെ മുഖത്ത് നോക്കടാ ചെറുപ്പക്കാരാ. പടച്ചവനെ, ഇന്ന് പെണ്ണുങ്ങളുണ്ടല്ലോ, അതാ പിരിയത്തിലെ ബ്യൂട്ടി പാർലറിൽ കിടന്നു നിന്നിട്ട് തന്റെ അതാ പിരിയത്തിലെ മുടിയങ്ങ് പറിച്ചു കളയുകയാണ് എല്ലാ ഗ്ലാമറിന് വേണ്ടി. പെങ്ങളെ, നീ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളോ? പറ, അല്ലാഹു ശപിച്ചവള് നിന്റെ വീട്ടിലുണ്ടെങ്കിൽ സമാധാനം കിട്ടുവോ? അവിടെ സന്തോഷമുണ്ടാകൂ? അവിടെ റഹ്മത്തിന്റെ മലക്ക് വരുവോ? നിന്റെ ജീവിതത്തിൽ എങ്ങനാ ബർക്കത്തുണ്ടാവുക? അതുകൊണ്ട് എന്റെ പെങ്ങളെ, കരഞ്ഞു ചെയ്തു പോയ പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്തോ? 3ാമത്തെ വിഭാഗം ആരെന്നറിയുവോ? മുടി കറുപ്പിക്കുന്ന പെണ്ണാ. മുടി കറുപ്പിക്കുന്നവരുണ്ടല്ലോ, പ്രായം മറയ്ക്കാൻ കഷ്ടപ്പെടുന്ന പെങ്ങള്. ഭർത്താവിന്റെ മുന്നിലല്ലോ, ഭർത്താവിന്റെ മുന്നിലല്ലോ നരച്ചുപോയ മുടിയുടെ മുകളിലൂടെ കറുത്ത പെയിന്റ് അടിച്ചിട്ട് പ്രായം മറക്കുന്ന ഉപ്പയും ഉമ്മയും കേട്ടോ, നീ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരാ.
എന്റെ പ്രിയപ്പെട്ടവരെ, മൈലാഞ്ചി തേക്കാം. എന്തിനാ പെയിന്റ് അടിക്കുന്നത്? എന്തിനാ പെയിന്റ് അടിക്കുന്നത്? നിനക്ക് മൈലാഞ്ചി എന്ത് മനോഹരമെന്നറിയോ? അല്ലാഹുവേ, ചില ആൾക്കാരുടെ താടിയിലും തലയിലും മൈലാഞ്ചി ഇട്ടിരിക്കുന്നത് കണ്ടാൽ കാണാൻ എന്ത് മനോഹരമെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിടുമായിരുന്നല്ലോ, സുന്നത്തായിരുന്നല്ലോ. നബി അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, മൈലാഞ്ചി ഇടാത്ത ഭാര്യ നബിക്ക് ഇഷ്ടമല്ല. മൈലാഞ്ചി ഇടാതെ മണിയറയിൽ വരുന്ന ഭാര്യയെ നബിക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ പെണ്ണുപിള്ളമാർ എത്ര പേര് മൈലാഞ്ചി ഇടും? ഈ കണ്ണെഴുതാതെ സുറുമ എഴുതാതെ മണിയറയിലേക്ക് വരുന്ന ഭാര്യയെ നബിക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഇന്ന് എന്തിനാ മൈലാഞ്ചിയിട്? അതാ നല്ല മനോഹരമായിട്ട് ഭർത്താവിന്റെ താടിയിൽ ഒരു മുടി നരച്ചിക്ക നല്ല ഗ്ലാമർ ആയിട്ടുണ്ട്. എന്ത് രസം, ഇത്തിരി മൈലാഞ്ചി, അല്ലാതെ പിടിത് കളയാനല്ല, പ്രായം മറയ്ക്കുന്നതിന് വേണ്ടി. എന്റെ പ്രിയപ്പെട്ടവരെ, പെയിന്റ് അടിക്കുന്നവരോർത്തോ, നീ നേരെയാകൂല. നീ ഉള്ള സ്ഥലത്ത് റബ്ബിന്റെ സഹായവുമില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് പോയിട്ട് പെണ്ണുമ്പിള്ളയുടെ നെറ്റി നോക്കണം കേട്ടാ, ഭാര്യയുടെ മുഖത്തി പിരിയത്തി നോക്കണം. നല്ല വടിച്ചു വെച്ചിട്ടുണ്ടാകും. ചുമ്മാതല്ല നീ നേരെയാകാത്തത്. നിന്റെ വീട്ടിൽ നിന്റെ കച്ചവടം, നിന്റെ സർവ്വതും കൊത്തുവാളി എടുക്കാനുള്ള കാരണം അള്ളാഹു ശപിച്ച ഒരെണ്ണം നിന്റെ വീടിന്റെ അകത്തുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉണ്ടെങ്കിൽ പറ, ഇന്ന് രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് റബ്ബിനോട് പശ്ചാത്തപിക്കാൻ. അങ്ങനെ ഒരു മകളോ കൂടപ്പിറപ്പോ ഭാര്യയോ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അള്ളാന്റെ മുന്നിൽ പറഞ്ഞിട്ട് ശാപം മാറ്റിക്കോ. ഇല്ലെങ്കിൽ നിന്റെ കാര്യം തീരുമാനമായി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, ഒരുപാട് പേർ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് പഠിക്കണം. എത്രയോ മഹദിമാർ, ഐഷ ബീബിയും ഖദീജ ബീബിയും ഫാത്തിമ ബീബി, ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ എടുത്തങ്ങിട്ട് വായിക്കും. എത്രയോ മഹ്ദിമാരുടെ ചരിത്രങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും വനിതയും മംഗളമൊക്കെ അതിനകത്ത് വരുന്ന ഒരുത്തിയെ കണ്ടിട്ട് അതുപോലെ ആകാൻ ഈ ഉമ്മ എന്തിനാ കിടന്ന് ഓടണേ? ഉമ്മായിക്കുള്ളതല്ലേ ഉള്ളൂ. ഉമ്മായിക്ക് അള്ള കൊടുത്ത സൗന്ദര്യം. കാക്ക കുളിച്ച കൊക്കാവോ മനുഷ്യന്മാരെ? ആവോ ചങ്ങായിമാരെ? കാക്ക കുളിച്ച കൊക്കാവൂല. അല്ല നിനക്ക് തന്നതല്ലേ ഉള്ളൂ. നീ എന്തിനാ കൂട്ടാൻ നിക്കണേ? കൂട്ടാൻ നിൽക്കുമ്പോഴല്ലേ വെളുക്കാൻ തെച്ചിട്ട് പാണ്ടാവണത്. അവനവനെ കൊണ്ട്, ഞാൻ പഠിക്കണ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഒരാൾ വന്നിട്ട് ഒരു സാധനം കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് തേച്ചാ ഗ്ലാമർ കൂടും. അപ്പൊ ആദ്യം ഒരു കുട്ടി വാങ്ങി, അവൻ വാങ്ങിച്ച് തേച്ചപ്പത്തേക്ക് ചെറിയ വെളുപ്പ്. ഇത് കണ്ടപ്പോ എല്ലാരും വാങ്ങി. കുറച്ചു ദിവസം കഴിയുമ്പോൾ എല്ലാത്തിന്റെ മുഖം അങ്ങോട്ട് പൊട്ടാൻ തുടങ്ങി. അപ്പൊ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത. എന്തിനാ സഹോദരങ്ങളെ? എത്രയോ അള്ളാഹു തന്നിരിക്കുന്ന ഈ ഗ്ലാമർ ഉണ്ടല്ലോ, ഇത് നാട്ടുകാരെ കാണിക്കാനുള്ളതാ? സിറാജിന്റെ ഗ്ലാമർ നാട്ടുകാരെ കാണിക്കാനുള്ളതല്ല, എന്റെ ഭാര്യയ്ക്ക് കാണിക്കാനുള്ളതാ. എന്റെ ഭാര്യയുടെ ഗ്ലാമർ നാട്ടുകാർക്കല്ലാതെ എനിക്ക് കാണിക്കാനുള്ളതാ. അല്ല, ഇതെങ്ങനെ നേരെ തിരിച്ച് നാട്ടുകാരെ കാണിക്കും, പാവപ്പെട്ടവനെ ഒന്നും കാണിക്കൂല. ഇതാ ഇന്നത്തെ പെണ്ണുങ്ങളുടെ അവസ്ഥ. നാട്ടുകാർക്ക് മുഴുവനും പ്രദർശനം, അകത്ത് അള്ളാഹുവെ ദിക്റും ദുആയും മാത്രം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആ പുറകിലിരിക്കുന്നവരൊക്കെ ഒന്ന് ഫ്രണ്ടിലോട്ട് കയറിയിരുന്നു. ഒരു സഹായം എപ്പോ വേണമെങ്കിലും ഇറങ്ങിപ്പോകാം, അതിൽ വിരോധമൊന്നുമില്ല. ഈ ഫ്രണ്ടിലോട്ടൊന്ന് നിങ്ങളുടെയൊക്കെ മുഖം കാണാനുള്ള ആഗ്രഹമാണ്. വേറൊന്നും കൊണ്ടല്ല, എല്ലാവരും ഫ്രണ്ടിലോട്ട്. സംഘാടകർ ഉൾപ്പെടെ, സംഘാടകരൊക്കെ പുറത്ത് നിൽക്കണ്ട, എല്ലാവരും ഫ്രണ്ട്ലി. അവനവന്റെ കാര്യം നോക്കിയാൽ മതി. തിരിഞ്ഞൊന്നും നോക്കണ്ട. തിരിഞ്ഞു നോക്കിയിട്ടും വലിയ പ്രയോജനമൊന്നും ഇല്ലാത്തത് കൊണ്ട് സ്വന്തം കാര്യം. എല്ലാവരും കിട്ടുവാ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. കേറിയിരിക്കുക. വരിപ്പോ കേറിയിരിക്കുക. അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 10:30 എത്ര മണി വരെ ഇരിക്കും? പറചങ്ങായിമാരെ, ഇപ്പൊ സമയം 10:30 ഇൻഷാ അല്ലാഹ്. ഒരു 11:30 വരെ ഇരിക്കും. ഞാൻ 1 മണിക്കൂറാണ് ചോദിക്കുന്നത്. കാരണം നിങ്ങളെക്കാളും എനിക്ക് എന്റെ മോൻ കണ്ടാ അറിയാം. അപ്പൊ തങ്ങള് പറഞ്ഞു വലിയ ബുദ്ധിമുട്ട്, ഉറങ്ങാത്തവരുടെ പ്രയാസങ്ങൾ. ഞാൻ ഇന്നലെ മണ്ണാർക്കാട് വഴുത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ വീട്ടിലെത്തി, ഉറങ്ങിയിട്ടൊന്നുമില്ല. നീ ഇപ്പൊ തിരിച്ചു വീട്ടിൽ പോയിട്ട് വേണമെന്ന് ഉറങ്ങാൻ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ്, നല്ല മഴയൊക്കെ അല്ലേ, ഒരുപാട് നേരം നിങ്ങളെ ഇരുത്തി ബുദ്ധിമുട്ടിക്കരുത്. കാരണം സുബഹി നിസ്കാരം ഫർളാണ്, നിർബന്ധമാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാരും ഒരു 11:45 വരെ ഇരിക്കൂലേ? എന്താ കൂടിപ്പോയാ?
ഇൻഷാ അല്ലാ പറഞ്ഞ പോരാ, ഒന്ന് നല്ല പോലെ പറ. കടലൊക്കെ ഇവിടെ അടുത്തല്ലേ ഇപ്പൊ? അപ്പൊ പിന്നെ ഇൻഷാ അല്ലാഹ് എന്താ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. കയറി വന്ന തന്നെയല്ലേ. അള്ളാഹു നമ്മളെയൊക്കെ അദാബുകളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബി എവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ എല്ലാ ഹജ്ജിന്റെ മാസമാണ്. നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ ഹജ്ജിന് പോയവരൊക്കെ അൽഹംദുലില്ലാഹ് തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നവരുണ്ട്, തിരിച്ചു വന്നവരുണ്ട്. ഇവ മക്കത്ത് നിന്ന് മദീനത്തേക്ക് പോകുന്നവരുണ്ട്. അൽഹംദുലില്ലാഹ് ഈ വർഷം ഹജ്ജിന് പോയ എല്ലാവരുടെയും ഹജ്ജ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ ഹജ്ജും അവരുടെ ഉംറയും അവരുടെ സിയാറത്തും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ പാപികളായ നമുക്കും മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇരിക്കല്ലേ, ഒന്ന് പറ, സന്തോഷത്തോടെ ഇരിക്കല്ലേ. നിങ്ങളിങ്ങനെ ആയി ഞാനും മൂടായിട്ട്, നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവണം. അപ്പോഴേ പ്രസംഗമാവും. എല്ലാവരും ഇങ്ങനെ മരിച്ച വീട്ടിലെ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു 12 മണിക്ക് സ്വലാത്ത് പറഞ്ഞ് പിരിയാം. അതുവരെ ക്ഷമയോടുകൂടി ഇരിക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുത്തു, എല്ലാ ദിവസവും ഹജ്ജും ഉംറയും ചെയ്തിട്ടേ ഉറങ്ങാവൂ എന്ന് നബിയിന റസൂലുള്ളാഹി. എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഹജ്ജും ചെയ്യണം, ഉംറയും ചെയ്യണം. ഹജ്ജും ഉംറയും ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ. അള്ളാഹു ഇന്ന് കിടന്നുറങ്ങുമ്പോൾ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം കിട്ടിയവരായ നിലയിൽ കിടന്നുറങ്ങാൻ അള്ളാഹു ബാക്കി നൽകുമാറാകട്ടെ. അപ്പൊ ഇന്ന് ഇവിടെ നിന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനൊരു ഇൽമ്, ഇന്ന് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം വാങ്ങിച്ചിട്ട് ഇവിടെ നിന്ന് എല്ലാവരും പോകാവൂ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യല്ലേ ഹജ്ജും ഉംറയൊക്കെ? പറഞ്ഞുതരട്ടെ, ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം കിട്ടുന്നൊരു കാര്യം പറഞ്ഞുതരട്ടെ. വേണോ മനുഷ്യന്മാരെ? വേണം. 12 മണി വരെ അവിടെ ഇരിക്കും. ഇപ്പൊ പറഞ്ഞുതരാം. ഇപ്പോഴേ പറഞ്ഞാൽ അതിന് വിലയില്ലല്ലോ. ഇൻഷാ അല്ലാഹ് പിരിയണ സമയത്ത് അത് പറയും. സന്തോഷത്തോടെ ദുആ ചെയ്ത് പിരിയും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളൊക്കെ വല്ലാത്ത പ്രയാസത്തിലാണ്. നമ്മുടെ നാടിന്റെ നാനാപ്രദേശങ്ങളിൽ നമ്മളൊക്കെ ഇങ്ങനെ പണ്ടൊക്കെ പത്രങ്ങൾ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ കാണാം, ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 15 കൊല്ലം മുമ്പ്, കുറച്ച് നാൾ മുമ്പ് നമ്മളിങ്ങനെ പത്രം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അങ്ങനെ കാണാം, കൊടുങ്കാറ്റടിച്ചു, വെള്ളപ്പൊക്കം ഉണ്ടായി, സുനാമി ഉണ്ടായി, ഒരുപാട് പേര് മരിച്ചു, ഭൂകമ്പമുണ്ടായി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പന്നിപ്പനിയും ഇതുപോലെയുള്ള മാരകമായ രോഗങ്ങളെ കുറിച്ച് പത്രത്തിൽ വായിക്കുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ടൊക്കെ നമ്മളങ്ങനെ പത്രമാധ്യമങ്ങളിലൂടെ അങ്ങനെയൊക്കെ വായിക്കും. നമ്മുടെ രാജ്യത്തല്ല, ചിലപ്പോൾ വേറെ ഏതെങ്കിലും രാഷ്ട്രത്തിലായിരിക്കും. അതൊക്കെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഒന്നും തോന്നാറില്ല. നമ്മളിങ്ങനെ വായിച്ച് തള്ളിക്കളയാറില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ വർഷം ഇതേ സമയം കടന്നു വന്നപ്പോ നമ്മുടെ നാട്, പ്രത്യേകിച്ച് കരുനാഗപ്പള്ളി ഉൾപ്പെടെയൊക്കെ പലരും, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വല്ലാതെ പ്രയാസപ്പെട്ടു. മഴ പെയ്തിട്ട് വെള്ളം കെട്ട് പൊങ്ങി, വീടൊക്കെ വെള്ളത്തിന്റെ അകത്ത് മുങ്ങി. അന്ന് പത്രമൊക്കെ എടുത്ത് നോക്കുമ്പോൾ പത്രങ്ങളൊക്കെ എഴുതി, പതിറ്റാണ്ടുകൾക്ക് ശേഷം നൂറ്റാണ്ടിൽ കണ്ട ഏറ്റവും വലിയ ജലപ്രളയം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ 1ാമത് വാർഷികവുമായപ്പോ ഇപ്പോഴും വെള്ളത്തിലാ പല സ്ഥലങ്ങളും. ഒന്നിനും ഒരു കുറവില്ല. അള്ളാഹുവിന്റെ അദാബുകൾ, പ്രശ്നം ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുക. ഒന്നിനും ഒരു അവസാനം കാണുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വെള്ളപ്പൊക്കമുണ്ടാകുന്നു, നിപാ വൈറസ് വന്നു, അത് കഴിഞ്ഞ് പന്നിപ്പനി വന്നു, കോഴിപ്പനി വന്നു, എന്തൊക്കെ പനിയാ. പിന്നെ പടച്ചോനെ, കടപ്പുറത്ത് കിടക്കുന്നവർക്ക് പിന്നെ എപ്പോഴാ വിളിച്ചു പറയണ നോക്കി കിടക്കാം. പള്ളിയിൽ ഇന്നാലില്ല വിളിച്ചു പറയണ പോലെ എപ്പോഴാ പോയി വിളിച്ചു പറയും, അതാ കടലിൽ എല്ലാവരും മാറി താമസിക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, കാരണം അവിടെ നിന്ന് ഓക്കി പോലെയുള്ള വലിയ വലിയ കാറ്റുകൾ വരിക. എല്ലാത്തിനും പേരുകളാ, എല്ലാത്തിനും വെറൈറ്റി പേരുകളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമദാൻ മാസമാണെങ്കിലും നബിദിനമാണെങ്കിലും വലിയ പെരുന്നാളാണെങ്കിലും ചെറിയ പെരുന്നാളാണെങ്കിലും ഒന്നിനും ഒരു മാറ്റമില്ല. അള്ളാഹുവിന്റെ അദാബുകൾ, ദുരന്തങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എല്ലാവരും നിസ്സാരമായിട്ടൊരു വാക്കിലങ്ങ് ഒതുക്കും. പത്രങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ പറയും പ്രകൃതി ദുരന്തം, പ്രകൃതി ശോഭം എന്നൊക്കെ പറയും. സത്യത്തിൽ പ്രകൃതി ശോഭിക്കാറില്ല സഹോദരങ്ങൾ. കാരണം പ്രകൃതി തന്റെ ഇഷ്ടപ്രകാരമല്ല അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്.
കടല് സ്വന്തം ഇഷ്ടപ്രകാരമല്ല. കടല് ഈ ഇങ്ങനെ കഴിയുന്നത് അതിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല. കാറ്റായാലും മഴയായാലും എന്തായാലും അതിനെയൊക്കെ അള്ളാഹുവെ പടച്ചവനെ അതിന്റെ സർവ്വ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. അപ്പൊ പ്രകൃതിയല്ല ശോഭിച്ചിരിക്കുന്നത്, അള്ളാഹുവാ ശോഭിച്ചിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവെ പടച്ചവനെ റബ്ബിന്റെ കരുണ കിട്ടുന്നവരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ദുരന്തമൊക്കെ നമ്മൾ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ആ പരിശുദ്ധമായ ഖുർആൻ എടുക്കുമ്പോ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ജലപ്രളയം പറയുന്നുണ്ട്. ഓരോ പ്രവാചകന്മാരുടെ ഉമ്മത്തീങ്ങളെ അള്ളാഹു നശിപ്പിച്ച ചരിത്രങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. എന്തിനാ? ചരിത്ര പുസ്തകമായിട്ടല്ല ഖുർആൻ. ആ ചരിത്രങ്ങൾ അള്ളാഹു പറഞ്ഞു തരുന്നത് നീ പഠിക്ക്, നീ പാഠം ഉൾക്കൊള്ളുക. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ ഈ ചരിത്രങ്ങൾ മുഴുവനും പറഞ്ഞു തരുന്നത് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കൗമിനെ, അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൗമിനെ, ഓരോ പ്രവാചകന്റെ സമുദായത്തെയും അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞ രംഗം എങ്ങനെയാണ് നശിപ്പിച്ചത് എന്ന് ഖുർആൻ പറയുന്നത് എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ വേണ്ടിയാ. നമ്മൾ പഠിച്ചില്ല. ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടും കേട്ടിട്ടും ഞാനും നിങ്ങളും പഠിക്കാതെ വന്നപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കണ്ണിന്റെ മുന്നിൽ കാണിച്ചു തന്ന്, കണ്ടോടാ, എനിക്ക് ഇതൊക്കെ കണ്ടോ, ഇത് കണ്ടിട്ടെങ്കിലും നീ പഠിക്ക്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹുവെ ഈ ദുരന്തങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ ഒരുപാട് പാഠങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് ഈ ദുരന്തത്തിന്റെ കാരണങ്ങൾ? എന്താ? അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പടച്ച റബ്ബിലേക്ക് പശ്ചാത്തപിച്ചും മടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എന്താണ് ഈ ദുരന്തങ്ങൾക്കുള്ള കാരണം? എന്താണ്? അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുവിന്റെ അനുഗ്രഹമായ മഴയും കാറ്റുമെല്ലാം എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ദുരന്തങ്ങളായി മാറുമ്പോൾ ഇതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണമല്ലോ. എന്താണ് ഇതിന്റെ കാരണമെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുല്ലു ബൽദത്തിൻ യകൂനു ഫീഹിൽ അർബഉ ഫാഹിലുഹാ മഅസൂമൂന മിനൽ ബലാ. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്തെന്നറിയുമോ? ഈ ദുരന്തങ്ങൾക്കുണ്ടാകാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, സ്വഹാബാ, നാല് വിഭാഗം ആൾക്കാര് ഒരു നാട്ടിലില്ലാതെ വന്നാൽ അവിടെ അല്ലാഹുവിന്റെ അദാബ് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. നാല് വിഭാഗം ആൾക്കാര്, ഒരു നാട്ടിൽ ഇല്ലാതെ വരുമ്പോഴാണ് ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് നബിയിനാ റസൂലുള്ളാഹി പറഞ്ഞു. നബിയിനാ റസൂലുള്ളാഹി നാല് വിഭാഗം ആൾക്കാരെ ഇന്ന് കാണാനില്ല. സത്യം പറഞ്ഞ വളരെ കുറവായി, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വളരെ തുച്ഛമായവർ. നാല് വിഭാഗം ആൾക്കാർ ഒരു നാട്ടിൽ ഇല്ലാതെ വരുമ്പോൾ ആ നാട്ടിൽ അള്ളാഹുവിന്റെ വിപത്തുകൾ, പടച്ച റബ്ബിന്റെ അദാബുകൾ കടന്നു വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ പറയുന്ന നാല് വിഭാഗം ഈ നാട്ടിലുണ്ടോ ഇല്ലേ? നിങ്ങൾ ആലോചിക്കാം. ഈ പറയുന്ന നാല് വിഭാഗം ആൾക്കാര് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ നാട്ടിലുണ്ടോ ഇല്ലേ? നമ്മൾ അതാ മനസ്സിലാക്കേണ്ടത്, മറ്റുള്ളവരുടെ നാടല്ല. നാല് വിഭാഗം ആൾക്കാരെ ഇല്ലാതെ വരുമ്പോഴാണ് പടച്ചവനെ ഭൂമിയിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്നതെന്ന് മുത്തുനബി എവിടെന്ന് പറഞ്ഞു തരുമ്പോൾ ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? ഇന്ന് ഭൂമുഖത്ത് കാണാനില്ലാത്ത, ഇന്ന് കയ്യിലെണ്ണിയടക്കാൻ പോലുമില്ലാത്ത നാല് വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന സ്വഹാബാ, ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി അതാ ഒരു നാട്ടിലില്ലാതെ വരുമ്പോൾ
നീതിമാനായ ഭരണാധികാരികൾ ഒരു നാട്ടിലില്ലാതെ വരുമ്പോ അവിടെ അല്ലാഹുവിന്റെ അദാബ് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ പടച്ചവനെ ഇന്ന് നീതിമാനായ ഭരണാധികാരി എവിടെയാ ഉള്ളത്? ഈ ലോകം മുഴുവനും ഞാനും നിങ്ങളും മരിച്ചു പറക്കൂ. ഈ ലോകം മുഴുവനും തെരഞ്ഞു നോക്കിയാൽ ഒരു നീതിമാനായ ഭരണാധികാരിയെ നമുക്ക് കാണാൻ കഴിയുമോ? നീതിമാനായ ഭരണാധികാരിയെ കുറിച്ച് പറയുമ്പോ നമുക്ക് ഓർമ്മ വരുന്നത് ആരെയെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് പോലും പറഞ്ഞില്ലേ, ഞാൻ ഇഷ്ടപ്പെടുന്ന ഭരണം ഉമറിന്റെ ഭരണമാ. അതുപോലെ ഒരു ഭരണാധികാരി എടുത്തു പറയാ. എന്റെ പ്രിയമുള്ളവരെ, ലോകം മുഴുവനും സഞ്ചരിച്ചാലും നമ്മളിൽ പലർക്കും അത് കാണാൻ കഴിയില്ല. ലോകം മുഴുവനും തെരഞ്ഞു നടന്നാൽ നമ്മളിൽ പലർക്കും അങ്ങനെയുള്ള ഒരു ഭരണാധികാരി, നീതിമാനായ ഒരു ഭരണാധികാരി നമുക്ക് ലോകം മുഴുവന് തെരഞ്ഞാലും ഇന്ന് കാണാൻ വല്ലാത്ത, പടച്ചവനെ കാണാൻ കിട്ടാത്ത ഒരു കാലഘട്ടമാ. എന്തിനാ ലോകത്തിന്റെ കാര്യം പറയുന്നത്? ഞാനും നിങ്ങളും ജീവിക്കുന്ന നമ്മുടെ രാജ്യമുണ്ടല്ലോ, ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയെ കുറിച്ച് പോലും ചിന്തിച്ചു നോക്കൂ. എന്റെ പ്രിയമുള്ളവരെ, നമുക്കറിയാം, എല്ലാം നമുക്കറിയാം. ഞാൻ പറയാതെ തന്നെ നമുക്കത് മനസ്സിലാകുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, പറഞ്ഞിട്ടും വലിയ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരിയെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. ഇനി ഒന്ന് മാത്രമേ ഉള്ളൂ, അല്ലാഹുവേ, മുകളിലിരിക്കുന്ന പടച്ചറപ്പിന്റെ സഹായമല്ലാതെ, ആ റബ്ബിന്റെ സഹായമല്ലാതെ ഇനി നമുക്ക് വേറെ ഒന്നുമില്ല. എന്തിനാ രാജ്യത്തിന്റെ കാര്യം പറയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു സ്ഥലമാണ്, മുസ്ലിമീങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമാണ് അല്ലാഹുവിന്റെ പള്ളികളോ. അല്ലാഹുവിന്റെ പള്ളികളോ, നമ്മുടെ നാടുകളിലെ പള്ളികളുണ്ടല്ലോ, ആ പള്ളിക്കകത്ത് പോലും ഇന്ന് നീതിമാനായ ഭരണാധികാരിയെ കാണാൻ കിട്ടാത്ത കാലവാ. നീതിമാനായ ഭരണാധികാരികളോ, ഇന്ന് പള്ളിയൊക്കെ പരിപാലനം മാറിയല്ലോ. പള്ളിയൊക്കെ, പള്ളിയുടെ പരിപാലനമൊക്കെ മാറി. ഇന്ന് പള്ളി ഭരണമായി മാറിക്കഴിഞ്ഞു. അല്ലാഹുവിന്റെ പള്ളിയുടെ അധികാരം പോലും പിടിച്ചു വാങ്ങുന്നതിന് വേണ്ടി ഏതെല്ലാം വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, ബൈത്തുൽ മാലിന്റെ പണമെടുത്തിട്ട് അല്ലാഹുവിന്റെ പള്ളിയുടെ ഭരണം പിടിക്കാ ഇലക്ഷൻ നടത്തുന്നവരുടെ കാലമോ. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് കിടന്നിട്ട് അധികാരത്തിന് വേണ്ടി പരസ്പരം തമ്മിലടിക്കുന്ന കാലമോ. ആ പള്ളിയൊക്കെ ഇന്ന് രാഷ്ട്രീയ ഭരണം പോലെ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നത് പോലെ. എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ചറപ്പിന്റെ പള്ളികൾ പോലും ഇന്ന് നീതിയില്ലാത്ത ഒരു ഭരണമാണ് നടക്കുന്നതെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോ നിങ്ങളിൽ പലർക്കും അങ്ങോട്ട് ഇത് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കിയാൽ ഈ പറയുന്നത് സത്യമാണെന്ന് നമ്മളിൽ പലർക്കും അറിയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് പോലും ഇന്ന് നീതിമാനായ ഭരണാധികാരികൾ. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് ലോകത്തിന്റെ കാര്യം പോകട്ടെ, രാജ്യത്തിന്റെ കാര്യം പോകട്ടെ, നമ്മുടെ സർവ്വ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന പള്ളി, നമ്മളൊക്കെ വെള്ളിയാഴ്ച ഒരുമിച്ച് കൂടുന്ന പള്ളി, അവസാനം പോയി കിടക്കുന്ന പള്ളി, ആ പള്ളിക്കകത്ത് പോലും നേരെ ചൊവ്വ ഭരണം നടക്കുന്നില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതേപ്പോ ഒരു ആമീൻ പറയാൻ ഒരു മടി പോലെ എന്തോ സഹിക്കാൻ. ഞാൻ നിങ്ങളുടെ നാടല്ല പറഞ്ഞേ, ഞാൻ പൊതുവായിട്ടാ പറഞ്ഞേ. ഇവിടുത്തെ പള്ളി എവിടാന്ന് വെച്ചാൽ എനിക്കറിയില്ല. അതാ, ഇവിടുത്തെ പള്ളി എവിടാന്ന് വെച്ചാൽ എനിക്കറിയില്ല. പള്ളിയിലെ പ്രസിഡന്റ് ആരാന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ അതുകൊണ്ട് ഇന്ന് നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്ക്. നമ്മുടെ നാട്ടില് എന്റെ പ്രിയപ്പെട്ടവരെ, അധികാരത്തിന് വേണ്ടി കിടന്ന് തമ്മിലടിക്കുക, പള്ളിക്കകത്ത് വോട്ട് പിടിക്കുക, ഓരോ വീട്ടിലും കയറിയിട്ട് ഇലക്ഷൻ. എന്തിന്? പള്ളിയുടെ പ്രസിഡന്റ് ആകാൻ, പള്ളിയുടെ സെക്രട്ടറി ആകാൻ. സഹോദര, അധികാരമെന്ന് പറയുന്ന സാധനം നീ തേടി പോകേണ്ടതല്ല, നിന്നെ തേടി വരേണ്ടതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതിനാ അധികാരം എന്ന് പറയുന്നത്. അധികാരം എന്ന് പറയുന്ന സാധനം നീ അങ്ങോട്ട് വാങ്ങാൻ പോകരുത് ഒരു കാലത്തും. ഈ ഇരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, അധികാരം ഒരിക്കലും നീ ചോദിച്ചു വാങ്ങി അങ്ങോട്ട് പോകരുത്. പോയാ നിന്നെ അല്ലാഹു ഈ ദുനിയാവിൽ നിനക്ക് 3 ശിക്ഷ തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.
അപ്പൊ പള്ളിയുടെ പ്രസിഡന്റ് ആകാൻ, സെക്രട്ടറി ആകാൻ. അതാ ചങ്ങാതി പണ്ടൊക്കെ പോയിട്ട് പറയും, വാപ്പ ഹരിയാരെ പള്ളിയുടെ അല്ലോ എനിക്ക് വയ്യ പടച്ചവനെ. നാട്ടുകാർ മുഴുവനും വീട്ടിൽ പോയി പറഞ്ഞാലും പറയും എനിക്ക് വേണ്ടാന്ന്. ഇന്ന് അങ്ങനല്ല, നേരെ തിരിച്ച. നാട്ടുകാരെ മുഴുവനും കൂട്ടിയിട്ട് പറയും, അളിയാ പൊതുയോഗത്തിൽ കൈവെക്കണം, എന്റെ പേരിതാ. എന്റെ പ്രിയപ്പെട്ടവരെ, അധികാരം നമ്മൾ തേടി പോകരുത്, അത് നമ്മളെ തേടി വരണം. നമ്മളെ തേടി വന്നാൽ നമുക്ക് ഉയർച്ചയുണ്ടാകും, നമ്മൾ തേടി പോയാൽ നാറും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ പള്ളിയുടെ പരിപാലനം അതും പോകട്ടെ, ഞാൻ പറയണില്ല, അതൊക്കെ പോകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പള്ളിയുടെ കാര്യം പോകട്ടെ. ഈ സദസ്സിലിരിക്കുന്ന ബാപ്പമാര്, ഇരിക്കുന്ന സഹോദരങ്ങളോട്, നിങ്ങളെല്ലാവരും ഒരു ഭരണാധികാരിയാണല്ലോ. ഈ സദസ്സിലിരിക്കുന്ന ഓരോ ബാപ്പമാരുണ്ടല്ലോ, ഓരോ ബാപ്പമാരോട് ഞാൻ ചോദിക്കുകയാ, നിങ്ങളും ഒരു ഭരണാധികാരിയാണ്. ഇവിടുത്തെ ഭരണാധികാരി എന്നറിയുമോ? ലോകത്തിന്റെ ഭരണാധികാരിയല്ലോ, രാജ്യത്തിന്റെ ഭരണാധികാരിയല്ലോ, ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയല്ലോ, ഒരു പഞ്ചായത്തിന്റെ ഭരണാധികാരിയല്ലോ. എവിടത്തെ ഭരണാധികാരി എന്നറിയുമോ? നീ നിന്റെ വീട്ടിലെ ഭരണാധികാരിയാ. നിന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒരു വീട്ടിലെ ഭരണാധികാരിയാണ്. ആ വീടിന്റെ അകത്തെന്റെ പ്രിയമുള്ളവര്, നീതിയായ ഒരു ഭരണം നടക്കുന്നുണ്ടോ? നീതിയായ ഒരു ഭരണം നടക്കുന്നുണ്ടോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഹജ്ജത്തുൽ വിദായിലെ അവസാനത്തെ പ്രഭാഷണത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് വരുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ ഇത്തഖുല്ലാഹ ഫിന്നിസാ. തന്റെ മുന്നിൽ നിൽക്കുന്ന സ്വഹാബികളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, സ്വഹാബാ, നിങ്ങളുടെ ഭാര്യമാരുണ്ടല്ലോ, നിങ്ങളുടെ മക്കളുണ്ടല്ലോ, അത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അമാനത്താണ് സഹാബാ. നമ്മുടെ ഭാര്യമാരുണ്ടല്ലോ, നമ്മുടെ മക്കളുണ്ടല്ലോ, അത് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന അമാനത്താണ്. പാപ്പാ നിന്നോട് ചോദിക്കും, പാപ്പാ നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ആ ചെമ്പിന്റെ തറയിലെ പടച്ചറപ്പിന്റെ മുന്നിൽ നീ പോയി നിൽക്കുമ്പോ അല്ലാഹു നിന്റെ ഭാര്യയെ കുറിച്ചു, നിന്റെ മക്കളെ കുറിച്ചു അല്ലാഹു നിന്നോട് വിചാരണ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ ഈ നിരന്നിരിക്കുന്ന വാപ്പമാരോട് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? നിങ്ങൾ നീതിമാനായ ഒരു ഭരണാധികാരിയാണ്, നിങ്ങളുടെ വീട്ടിലെ ഒരു നീതിമാനാണ്. പറയാൻ കഴിയുമോ സഹോദരാ? പറയാൻ കഴിയുമോ സഹോദരാ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലർക്കും അത് പറയാനുള്ള അധികാരമില്ല, അത് പറയാനുള്ള യോഗ്യതയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതുന്ന മനുഷ്യന് സ്വർഗ്ഗമുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ആരെങ്കിലും ഓതിയാൽ, ആരെങ്കിലും ഒരു ദുആ ചെയ്താൽ അല്ലാഹു അവന് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം കൊടുക്കുമെന്ന് മുത്തുനബി പറയുമ്പോ ഏത് ദുആ എന്നറിയുമോ? അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ